രാജ്ഘട്ടിലേക്ക് വലിയ തിരക്കുള്ളൊരു സ്ഥലമാണല്ലോ, പ്രത്യേകിച്ച് ഗാന്ധിയുടെ സ്മൃതി ഉള്ള ഒരു സ്ഥലം. ഇന്ദിരാഗാന്ധിയുടെ ഒരു മെമ്മോറിയലിലേക്ക് പോകുന്നു, രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയലിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 3 സ്മൃതി മണ്ഡപങ്ങളും കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ മനസ്സിൽ വരുന്നൊരു ഇതെന്ന് പറയുന്നത്, ഈ 3 പേരും കൊല ചെയ്യപ്പെട്ടവരാണ്. ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലൊരു യൂണിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ഇന്ത്യൻ മോഡേണിസ്റ്റുകൾ വർക്ക് ചെയ്ത അതേപോലെ തന്നെ ഒരു പോസ്റ്റ് ബാബറി മസ്ജിദ് 2 കഷ്ണമായ ഒരു രാജ്യത്തിനെ വീണ്ടും യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ ആർട്ടിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബോംബെയിൽ പഠിച്ച് വളർന്നതുകൊണ്ട് കൊച്ചിയിൽ സംഭവിച്ചത്. കേരളത്തിൽ നിന്ന് ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ഒരു കുറേ നാളുകളായിട്ടുള്ള ഗൾഫ് ബൂമിനൊക്കെ ശേഷം കേരളത്തിൽ ആർക്കിടെക്ചർ, ഇപ്പോൾ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെയൊക്കെ സ്വഭാവം മാറിയിട്ടുണ്ട്. നമ്മളൊരു പോസ്റ്റ് 9/11 ശേഷം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് വന്ന മിനരറ്റുകൾ, അത്തരം സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ ചേരമാൻ പള്ളി അങ്ങനെ മാറുന്നുണ്ട്. ആർട്ട് ഹിസ്റ്റോറിക് കോണ്ടെക്സ്റ്റിൽ കേരളത്തിൻ്റെ ഇന്നത്തെ കണ്ടംപററി പൊസിഷൻ എന്ന് പറയുന്നത്, കേരള ഇസ് ബിക്കം എ സൈറ്റ് ടു ഡിസെൻറ്റ്. എല്ലാവർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ അവസരങ്ങൾ കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ, ശക്തമായി അഭിപ്രായ രൂപീകരണങ്ങൾ നടത്താൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് കൂടെ കേരളം ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൻ്റെ ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഈ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വെൽക്കം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കേരള സ്റ്റോറി, ഐ തിങ്ക് ഇറ്റ് ഹസ് ഗോട്ട് ട്രെമൻഡസ് പവർ. ഇപ്പം ഞാനൊരു മാർച്ച് 2023 ഡൽഹിയിൽ പെട്ടെന്നാണ് വിവാൻ സുന്ദരം രോഗാതുരനാകുന്നതും. അദ്ദേഹം കുറേ നാളുകളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, പക്ഷേ പെട്ടെന്ന് ഒരു കോമയിലേക്ക് പോകുന്നതും. അപ്പോൾ ഞാൻ ഗീത കപൂറിനെ കാണാനായിട്ട് ഡൽഹിയിലെ ആശുപത്രിയിൽ പോകുന്നു. വിവാൻ്റെ കൂടെ കുറേ നേരം ഇരിക്കുന്നു. ഗീത വിവാൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ ഉച്ചത്തിൽ പറയുന്നു, കാരണം അദ്ദേഹം കോമയിലായതുകൊണ്ട് റിയാസ് വന്നിട്ടുണ്ട് കാണാൻ എന്നൊക്കെ പറയും. കുറേ ഭയങ്കര ഇമോഷണലായിട്ടുള്ള കുറേ മൊമെൻറ്റുകളായിരുന്നു. അങ്ങനെ കുറേ നേരം ഗീതയുടെയും അതുപോലെ വിവാൻ്റെയും അടുത്തിരുന്നതിന് ശേഷം വിവാനും ആ ഒരു മോഡേണിസ്റ്റ്, പ്രത്യേകിച്ച് ആ ഒരു ജനറേഷൻ എല്ലാ കാലത്തും നമ്മൾ ഇൻവോക്ക് ചെയ്തിരുന്ന അവരുടെ ഒരു ഡ്രീമൊക്കെ നമ്മൾ വേറെ രീതിയിൽ നമ്മുടെ പ്രോസസ്സിലൂടെ ക്യാരി ചെയ്തിട്ടുള്ള കാരണം കൊണ്ടും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം കൊണ്ടും വിവാനെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പം അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് ബോംബെക്ക് പോരുകയാണ്. അപ്പോൾ ഒരു 5-6 മണിക്കൂറുണ്ട്. അപ്പോൾ ഞാൻ നേരെ രാജ്ഘട്ടിലേക്ക് നടക്കാൻ വേണ്ടി പോവാം. അപ്പോൾ രാജ്ഘട്ടിലേക്ക് വലിയ തിരക്കുള്ളൊരു സ്ഥലമാണല്ലോ, പ്രത്യേകിച്ച് ഗാന്ധിയുടെ സ്മൃതി ഉള്ള ഒരു സ്ഥലം. അവിടെ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യുന്നു. അവിടെ നിന്ന് മുന്നോട്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു മെമ്മോറിയലിലേക്ക് പോകുന്നു, രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയലിലേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാൻ അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ മോഡേണിസ്റ്റ് പീരീഡ് നമ്മളെ വേറൊരു രീതിയിലുള്ളൊരു കോസ്മോപൊളിറ്റൻ ലെഗസിയെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു പീരീഡ് അതിൻ്റെ കൂടെ നടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഈ 3 സ്മൃതി മണ്ഡപങ്ങളും കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ മനസ്സിൽ വരുന്നൊരു ഇതെന്ന് പറയുന്നത്, ഈ 3 പേരും കൊല ചെയ്യപ്പെട്ടവരാണ്. പിന്നീട് നേരെ മുന്നിലേക്ക് നടക്കുന്നു, ശാന്തിവനിലേക്ക്, മറ്റേ നെഹ്റുവിൻ്റെ സമാധിയിലേക്ക് നടക്കുന്നു. പക്ഷേ നെഹ്റുവിൻ്റെ സമാധിയിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇന്ത്യൻ മോഡേണിസ്റ്റ് പീരീഡിനെ കുറിച്ചിട്ട് കൂടുതൽ കൺസേൺഡ് ആയതുകൊണ്ട് ഒപ്പം നടക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം അവിടെ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അപ്പോൾ അദ്ദേഹം മുൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതോടൊപ്പം തന്നെ ആർട്ടിന് വേണ്ടിയിട്ട് കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രാജ്യം വളരെ നമുക്ക് പച്ച മലയാളത്തിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണമായിട്ട് കിട്ടിയൊരു രാജ്യത്തെ യൂണിഫൈ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ യൂണിഫൈ ചെയ്യുന്ന പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ കൾച്ചറൽ
കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ആക്കം കൂട്ടിയ പദ്ധതികൾ, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അക്കാഡമികൾ ചെയ്യുന്നതിൽ ഇവരുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നു. ദീസ് ആർ ടു പീപ്പിൾ ഞാൻ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് കൂടി ആയതുകൊണ്ടാണ്. അന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നു. തിരിച്ചു വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം വീണ്ടും അറിയാണ് വിവാൻ സുന്ദരം മരിച്ചുവെന്ന്. അപ്പോൾ തിരിച്ചു വീണ്ടും ഡൽഹിയിലേക്ക് പോകുന്നു. അപ്പം അന്ന് ഈ വിവാൻ്റെ ഈ ബോഡി ഈ ക്രിമറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ബോഡി ദഹിപ്പിക്കുന്നു. അത് അവിടെ കണ്ട ആ ഒരു വേദനിപ്പിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം ധാരാളം ആളുകൾ ഇപ്പോൾ അവിടെ ഞാൻ അറിയുന്ന കുറച്ച് ഇന്ത്യയിലെ കണ്ടംപററി ആർട്ടിസ്റ്റുകൾ, പക്ഷേ ഞാൻ അവിടെ അന്ന് കണ്ട ഒരു ജനറേഷൻ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അത് 70-നും 75-നും 80-നും വയസ്സിന് പ്രായമുള്ള ഒരു 80% ആളുകളാണ്. ആ ഒരു ലാസ്റ്റ് ബാസ്റ്റൻ ഓഫ് ദാറ്റ് ഇന്ത്യൻ മോഡേണിറ്റി എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ അവർ ഇത്തരം ഒരു ഫ്യൂണറലുകളിൽ ഭാഗമാകുന്നു എന്നുണ്ടെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് പിടിച്ച് കുലുക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ആ ഒരു കാഴ്ചയാണ്. അത് ലാസ്റ്റ് ജനറേഷൻ എന്നുള്ളത്. അത് പിന്നീട് പല അവസരത്തിലും ഇന്ത്യൻ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന വേദികളിലും മറ്റു പല അവസരങ്ങളിലും അത്തരം എക്സ്പീരിയൻസുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാനിനി വേറൊരു കോണ്ടെക്സ്റ്റ്, ഒരു ഇന്ത്യൻ നമ്മളിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആർട്ട് ആസ് എ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലേക്ക് കുറച്ച് കേരളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു ക്രൊണോളജിക്കൽ സ്റ്റോറി പോലെ ചില കാര്യങ്ങൾ ഞാൻ പറയാമെന്നാണ് വിചാരിച്ചത്. ഞാൻ 1992 കേരളത്തിൽ നിന്ന് ചിത്രകല പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഡിസൈൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബോംബെയിലേക്ക് പോകുന്നത്. ആ വർഷമാണ് ബാബറി മസ്ജിദ് ഡെമോളിഷൻ നടക്കുന്നത്, കാര്യങ്ങൾ എല്ലാം മാറിമറിയുന്നത്. അപ്പോൾ ആ കൊല്ലം ആദ്യത്തെ വർഷമൊക്കെ അവസാനമായപ്പോൾ ഡിസംബറിൽ നടക്കുന്നു, ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോഴേക്കും ആർട്ടിലേക്ക് ഭയങ്കരമായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ ഇതേ സ്ഥലത്ത് വീണ്ടും ഞാൻ വിവാൻ്റെ ഓർമ്മകൾ വീണ്ടും വരുന്ന ചില സ്പേസുകളാണിതൊക്കെ. കാരണം ഒരു 93, 94, 95 വർഷങ്ങളിലാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ആർട്ടിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കാരണം അത് പോസ്റ്റ് ബാബറി മസ്ജിദ് അല്ലെങ്കിൽ പോസ്റ്റ് ഒരു റിലീജിയസ് ഫണ്ടമെൻ്റലിസത്തിന് ശേഷം വരുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലൊരു യൂണിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ഇന്ത്യൻ മോഡേണിസ്റ്റുകൾ വർക്ക് ചെയ്ത് അതേപോലെ തന്നെ ഒരു പോസ്റ്റ് ബാബറി മസ്ജിദ് 2 കഷണമായ ഒരു രാജ്യത്തിനെ വീണ്ടും യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ ആർട്ടിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബോംബെയിൽ പഠിച്ച് വളർന്നതുകൊണ്ട് കൊച്ചിയിൽ സംഭവിച്ചത്. കാരണം അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് ബ്രീഫായിട്ടൊന്നിവിടെ സംസാരിക്കാം എന്ന് വിചാരിച്ചത്. കാരണം ഈ പ്രത്യേക ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ 2004, 2005, 2006 ആ സമയത്താണ് വലിയ രീതിയിലൊരു ആർട്ട് ബൂം ഇന്ത്യയിൽ നടക്കുന്നതും വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ എക്സിബിഷനുകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്നതൊക്കെ. പക്ഷേ പെട്ടെന്ന് 2007-8 റിസഷൻ ഹിറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു സ്റ്റാഗ്നേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് ഒരു പുതിയൊരു ഓൾട്ടർനേറ്റ് സ്പേസ്, ഒരു ഡീസെൻട്രലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കൊച്ചിയിലെ പല പദ്ധതികളും അതുപോലെ തന്നെ ഒരു ബിനാലെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ കൊച്ചി അത് ഒരു മുസ്ലിസുമായിട്ടുള്ള ആ ഒരു എംബിലിക്കൽ കോഡ് കണക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ഒരു പ്രോമിസ് എന്ന് പറയുന്ന ഒരു പ്രീ റിനൈസൻസ് ഇറയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആർട്ട് പ്രോസസ്സുകളിലേക്ക്, അത്തരം പ്രാധാന്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം ഇത്തരം ആർട്ട് പ്രൊജക്റ്റുകൾ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ 2 പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നു അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ പ്രൊജക്റ്റുകളാണ്. ഒന്ന് വേറൊരു രീതിയിൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഈ പട്ടണം എക്സ്കവേഷൻ പ്രോജക്റ്റും അതുപോലെ തന്നെ മുസിറിസ് ഹെറിറ്റേജ് പ്രോജക്റ്റും. അപ്പോൾ അവിടെ നടക്കുന്ന പദ്ധതികളിൽ അന്ന്
ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് മറ്റേ തോമസ് ഐസക് സാറൊക്കെ ആയിട്ട് ഇനീഷ്യൽ കൺവെർസേഷനിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റാണ്. നമ്മൾ ഈ ഹെറിറ്റേജ് പ്രിസർവേഷനിലൂടെയും മറ്റു പല രീതികളിലുള്ള ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റുകളും കൾച്ചറൽ സൈറ്റുകളും അതുപോലെ റിലീജിയസ് സൈറ്റുകളും ഒക്കെ പ്രിസർവ് ചെയ്യുന്നത് ഒരു വേറൊരു രീതിയിലുള്ള കേരളം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഞാൻ ഈ വിഷയമായിട്ട് വേറൊരു രീതിയിൽ ഇടപെടുമ്പോൾ ഇപ്പോൾ ഒരു ബാബറി ടു ചേരമാൻ എന്നൊക്കെ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നു. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഒരു കുറേ നാളുകളായിട്ടുള്ള ഗൾഫ് ബൂമിനൊക്കെ ശേഷം കേരളത്തിൽ ആർക്കിടെക്ചർ, ഇപ്പോൾ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെയൊക്കെ സ്വഭാവം മാറിയിട്ടുണ്ട്. നമ്മളൊരു പോസ്റ്റ് 9/11 ശേഷം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് വന്ന മിനരറ്റുകൾ, അത്തരം സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ ചേരമാൻ പള്ളി അങ്ങനെ മാറുന്നുണ്ട്. പക്ഷേ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരു വെർണാക്കുലർ ആർക്കിടെക്ചറിലേക്ക് ഈ സ്ഥാപനം വീണ്ടും തിരിച്ചു പോവുകയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മലയാളികളുടെ ഇടയിൽ ഒരു സെക്യുലർ പ്രസൻസ് ആയിട്ട് നിൽക്കുന്നത്, അത് ഈ ആർട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ഇൻട്രസ്റ്റിംഗ് മെറ്റഫറായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. കാരണം ഈ ഇതിനു പാരലായിട്ട് ഇപ്പോൾ കൊച്ചിയിൽ ചെയ്തെടുക്കപ്പെട്ട ആർട്ട് പ്രൊജക്റ്റുകളുടെ ഒരു സ്വഭാവം നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൾട്ടി കൾച്ചറലായ ഡൈവേഴ്സ് സ്പിരിറ്റുള്ള ഒരു കോസ്മോപൊളിറ്റൻ ലെഗസി ഒക്കെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ട്രേഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ കൾച്ചറൽ ഹിസ്റ്ററി സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ സംസാരിച്ചതിൻ്റെ കൂടെ ഈ ഇത്തരം വിഷയങ്ങളും അതിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ചില പോയിൻറ്റുകളുടെ ഇടയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് മെറ്റഫറിനെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം ഈ കൊച്ചിയുടെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നൊരു സൈറ്റ് എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ റെസിഡ്യൂ ആണ്. ഒരു 3 ഇപ്പോൾ പോർച്ചുഗീസ്, ഡച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷ് 3 വലിയ പെർഫോമൻസുകൾ വലിയ രീതിയിൽ നടന്ന ഒരു റെസിഡ്യൂവൽ പ്രൊമൈസാണത്. അവിടെയാണ് നമ്മൾ ഈ വെയർ ഹൗസുകൾ ഓക്യുപ്പൈ ചെയ്യും. അതുപോലെ തന്നെ ഈ സ്പൈസ് ഗോഡൗണുകളിലേക്ക് ആർട്ട് എൻ്റർ ചെയ്തുകൊണ്ട് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് അവിടെ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു മെറ്റഫറിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു ഘടകം, അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സൈക്കോളജിക്കലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, വേറൊരു രീതിയിൽ ഒരു എക്കണോമിക്കലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോർട്ട് സിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരു കൊളോണിയൽ ഒരു കോളനൈസർ, അദ്ദേഹം അവർ പോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്പേസും അതുപോലെ തന്നെ ക്രോപ്പും കൺട്രോൾ ചെയ്യും. അപ്പം അങ്ങനെ ഒരു 3 പ്രോസസ് കൺട്രോൾ കേരളത്തിൽ ഭയങ്കരമായിട്ട് നടന്നിരുന്നു. പക്ഷേ ഈ ആർട്ട് പ്രോസസ്സിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെറ്റഫർ കൊച്ചിയിലേക്ക് വരുന്നത് ഈ സെയിം വെന്യൂ, ഈ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ ഈ മട്ടാഞ്ചേരി എന്ന് പറയുന്ന വെന്യൂ, അവിടെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളും വെയർ ഹൗസുകളും ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമാവുകയും ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ആർട്ടിലേക്ക് വേറൊരു രീതിയിലുള്ള ഒരു പോസ്റ്റ് കൊളോണിയൽ സാധ്യതയുടെ ഒരു കൊളോണിയൽ ഹാങ് ഓവറിനെ മറികടക്കുന്ന വേറൊരു രീതിയിലുള്ളൊരു പ്രോസസ്സ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറയുന്ന ഈ പോയിൻ്റ് വേറൊരു രീതിയിൽ നോക്കിക്കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കൊച്ചിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ. കാരണം അത് ഈ സാധാരണ കൊച്ചിയിലേക്ക് വന്ന പല സപ്പോർട്ട് സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആദ്യത്തെ എഡിഷൻ ഒരു കൊച്ചിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പിന്നെ കൊച്ചിയിൽ നിന്ന് സംസാരിക്കുന്നൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട് പുതിയ സ്റ്റോറികൾ പറയുന്നതൊക്കെ. അപ്പോൾ ഇത്തരം ചില കോണ്ടെക്സ്റ്റുകളിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തെ നമ്മൾക്ക് കേരളത്തിന് ലഭിച്ചിട്ടുള്ള ആ ഒരു സൈറ്റിനെ പല രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവൈവൽ പ്രോസസ്സുകൾക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൺക്ലൂഡിങ് കോണ്ടെക്സ്റ്റിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ 2025 നടക്കാൻ പോകുന്ന അടുത്ത എഡിഷൻ പിന്നാലെയുടെ ടൈറ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർ ദ ടൈം ബീയിങ് എന്ന് പറയുന്നൊരു ടൈറ്റിലാണ്. പക്ഷേ
നമ്മൾ ഈ ആദ്യം സംസാരിച്ച നമ്മൾ ക്രിയേറ്റ് ചെയ്ത 10-12 വർഷത്തിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഒരു ആർട്ട് വേൾഡിൽ റിമംബ്രൻസ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു വേറെ രീതിയിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ നരേറ്റീവുകൾക്ക് പെർമനൻറ്റ് ഫീച്ചേഴ്സുകൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കണ്ടംപ്ലേറ്റീവായിട്ട് നമുക്ക് ആർട്ട് കാണാനുള്ള മ്യൂസിയം സ്പേസുകളെ കുറിച്ചിട്ട് സിസ്റ്റം ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ട് ആൻഡ് എസ്തെറ്റിക്സ് അല്ലെങ്കിൽ ക്യൂറേഷൻ ആൻഡ് ആർട്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുതിയ കൾച്ചറൽ എക്കോണമിക് പ്രോസ്പെക്റ്റ് കോഴ്സുകളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നല്ല ഇമാജിനേഷനുകളുള്ള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നിർമ്മിക്കുന്നില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൺവെർസേഷൻ ഈ വർഷത്തെ ക്യൂറേറ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ആൾ തിരിച്ച് നമ്മളോട് നമ്മൾ ഈ 12 വർഷം ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇക്കോളജിയിലേക്ക് തിരിച്ചുപോയി ഇത്തരം ലെഗസികളെ, ഈ റെസിഡ്യൂ ആയി നിലനിൽക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു പ്രോസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റായിട്ട്, കാരണം എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് വരുന്ന ക്യൂറേറ്റർ ആയത് കാരണം കൊണ്ടും പുറത്തുനിന്ന് വരുന്ന ആർട്ടിസ്റ്റുകളുടെ കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഇൻ്റർനാഷണൽ ആർട്ട് പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലമാണ് കൊച്ചി, ഐ മീൻ ഫിസിക്കലി സ്പീക്കിംഗ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം നമ്മളോട് പറയുന്ന ആ ഒരു മെസ്സേജ്, ഞാനതിൽ ഒരു പ്രത്യേകതരം ഒരു റീഡിങ് നടത്തിയെന്ന് മാത്രം. ആ ഒരു മെസ്സേജ് നമ്മൾ ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ മുന്നോട്ട് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജർ ആർട്ട് ഹിസ്റ്റോറിക് കോണ്ടെക്സ്റ്റിൽ കേരളത്തിൻ്റെ ഇന്നത്തെ കണ്ടംപററി പൊസിഷൻ എന്ന് പറയുന്നത് കേരള ഇസ് ബിക്കം എ സൈറ്റ് ടു ഡിസെൻറ്റ്. എല്ലാവർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ അവസരങ്ങൾ കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ, ശക്തമായി അഭിപ്രായ രൂപീകരണങ്ങൾ നടത്താൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് കൂടെ കേരളം ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേദി എന്നുള്ള രീതിയിൽ നമ്മളത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമ്മൾ സ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ജനറേഷന് കൂടെ അവരുടെ എസ്തെറ്റിക് ഇമ്പ്രൂവ്മെൻറ്റിനും അതുപോലെ തന്നെ ആർട്ട് തിയറിയുടെ പഠനങ്ങൾക്കും എല്ലാറ്റിനും ഉപകാരമാകുന്ന രീതിയിലുള്ള ഒരു കൺവെർസേഷൻ, ഒരു പുതിയ ഒരു കൺവെർസേഷൻ സിസ്റ്റമായിട്ടും ആളുകളുടെ ഇടയിലും ഉണ്ടാക്കുന്നത്. കാരണം കേരളത്തിലേക്ക് വലിയ രീതിയിൽ കേരളത്തിലേക്ക് നോക്കുന്ന ആളുകൾ കേരളത്തിൽ കാണുന്ന ഒരു ആർട്ടിൻ്റെ ഒരു പ്രോസസ്സിൽ കാണുന്ന ഒരു ഇൻ്റർനാഷണലിസം ഉണ്ട്. ആ ഇൻ്റർനാഷണലിസമാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിനെ ഒരു ഗ്ലോബൽ മാപ്പിലേക്ക് ഒരു പ്രത്യേകിച്ച് കലയുടെ വളരെ സൈദ്ധാന്തികമായി ഇടപെടുന്ന, അല്ലെങ്കിൽ വളരെ എക്സ്പെരിമെൻ്റലായിട്ട്, അല്ലെങ്കിൽ വളരെ അഡ്വാൻസ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ആർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ, കാരണം ഈ പറയുന്ന ഈ കേരളത്തിൻ്റെ ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഈ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വെൽക്കം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കേരള സ്റ്റോറി, ഐ തിങ്ക് ഇറ്റ് ഹസ് ഗോട്ട് ട്രെമൻഡസ് പവർ. ആൻഡ് അതുകൊണ്ടുകൂടിയാണ് ഇപ്പോഴും ഈ കൊച്ചിയിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിലുകളിലേക്ക് പോയില്ല. ചില എക്സിബിഷൻ പ്രൊജക്റ്റുകൾ ഡിസംബറിൽ ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെയുള്ള ആർഗ്യുമെൻറ്റുകൾ കുറച്ചുകൂടെ അക്കാഡമിക്കലി മുന്നോട്ടെടുക്കാനും അതിൽ രാഷ്ട്രീയവും സാമൂഹിക ഇടപെടലുകളും ഇക്കോളജിക്കൽ കൺസേണുകളും അതുപോലെ തന്നെ കൊച്ചിയിലെ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഹിസ്റ്ററീസും റെസിഡ്യൂകളും, അതുപോലെ ഇപ്പോൾ അർബൻ ഡിസൈൻ കളക്റ്റീവ് എന്ന് പറയുന്ന ചെന്നൈയിലെ ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള പഠനങ്ങളെയൊക്കെ, കൊച്ചിയെക്കുറിച്ചുള്ള പഠനങ്ങളെയൊക്കെ കുറേ കൂടി മുന്നോട്ടെടുക്കുന്ന, അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, രീതികൾ മനസ്സിലാക്കുന്ന ഒരു പാരലലി ഒരു കൾച്ചറൽ പ്രൊജക്റ്റ് പാരച്യൂട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ സോഷ്യൽ സ്പേസിൽ ആളുകൾക്ക് അവരുടെ ഇക്കോസിസ്റ്റത്തിന് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ ചിന്തിക്കേണ്ട ഒരു സമയം ആയി എന്ന് എനിക്ക് ഈ വേദിയിൽ പറയണമെന്ന് തോന്നി. എന്നെ ക്ഷണിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക്സ്.